ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞു, ഇബ്ന ആദം ഇന്നക തമൂതു വഹ്ദക വതുബഅസു വഹ്ദക വതുഹാസബു വഹ്ദക. ആദമിന്റെ സന്താനമേ, മനുഷ്യ, നീ ഒറ്റക്ക് മരിക്കാനുള്ളവനാണ്, ഒറ്റക്ക് എഴുന്നേറ്റ് വരാനുള്ളതാണ് ഖിയാമത്ത് നാളിൽ, ഒറ്റക്ക് തന്നെ ഹിസാബിനെ നേരിടാനുള്ളവനാണ്. ഇബ്ന ആദം ലൗ അന്ന അന്നാസ കുല്ലഹും അതാഉ അല്ലാഹ വഅസൈത അൻത. നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർക്കാവുന്ന ഒരു സംഗതിയാണിത്. മരിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരു മനുഷ്യന്റെ ഏകാന്തത, ഒരാളും കൂടെയില്ലാതെ, ഏറ്റവും അടുത്ത ബന്ധുക്കളും മക്കളും സുഹൃത്തുക്കളും ഒക്കെ ഖബറിൽ വെച്ച് മടങ്ങുകയാണ്. അത് നാളെ ഖിയാമത്ത് നാളിൽ നമ്മൾ ഒറ്റക്കായിരിക്കും എന്ന ഒരു ഓർമ്മ നമുക്കുണ്ടാക്കുന്നുണ്ട്. ആദമിന്റെ സന്താനമേ, ദുനിയാവിലെ സകലരും അള്ളാഹുവിനെ അനുസരിച്ചു, പുണ്യവാന്മാരായി ജീവിച്ചു. വഅസൈത അൻത, നീ അള്ളാഹുവിനെ ധിക്കരിച്ചു. ലം തൻഫഅക തഅതുഹും, അവരുടെ പുണ്യങ്ങൾ കൊണ്ട് നിനക്കൊരു ഗുണവുമില്ല. വലൗ അസൗല്ലാഹ വഅതഅത അൻത വലൗ അസൗല്ലാഹ വഅതഅത അൻത ലം തദുറക മഅസിയതുഹും. ഇനി അവരെല്ലാവരും ധിക്കാരികളായി അനുസരണ കെട്ട് ജീവിച്ചു, നീ അള്ളാഹുവിനെ അനുസരിച്ചു, അവരുടെ പാപങ്ങൾ അതുകൊണ്ട് നിനക്കൊരു ഉപദ്രവം ഉണ്ടാവുകയില്ല. അത് നമ്മൾ ആലോചിക്കുക. പലപ്പോഴും നമ്മൾ പല നന്മകളും ചെയ്യാനുള്ള തടസ്സം ആളുകളൊക്കെ അതൊഴിവാക്കിയിട്ടുണ്ട്. പല തിന്മകളും ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെയാണ് എന്ന കാരണം കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല മരിക്കുന്ന സമയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ അനുസരിച്ചോ ഇല്ലയോ, ഇത് മാത്രമായിരിക്കും നമ്മോടുണ്ടാകുന്ന ചോദ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒറ്റക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ളവരാണ്, ഒറ്റക്ക് ഈ ദുനിയാവിൽ നിന്ന് യാത്ര ചെയ്യാനുള്ളവരാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة.